നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മുട്ടില് ടൗണിലാണ്. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുമ്പോൾ ആര് അധികാരത്തിൽ വരുമെന്ന ആകാംക്ഷയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ആര് MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. അപ്പോ കേരളത്തിൽ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. കൽപ്പറ്റയിൽ ആര് ജയിക്കുന്നതാണ് താങ്കളുടെ അഭിപ്രായം? സിദ്ദിഖ് MLA. സിദ്ദിഖ് വീണ്ടും MLA ആവുന്നതാണോ? അതെ അതെ. കേരളത്തിൽ ആര് അധികാരത്തിൽ വരും? UDF അധികാരത്തിൽ വരും. എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ സിദ്ദിഖ് MLA ആയിട്ട് വരണം. വന്നാൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവും. ഞങ്ങളെപ്പോലെയുള്ള ആദിവാസികൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവും. MLA നിലയ്ക്ക് പുള്ളി കുറെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടോ? ഓ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയാൻ കുറെ ഉണ്ട്, ഇപ്പൊ തീരൂല. കൽപ്പറ്റയില് അനിൽകുമാർ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ LDF ജയിക്കണം. അതാണ് എന്തുകൊണ്ടാണ് 10 കൊല്ലത്തെ വികസനത്തിന്റെ മുന്നേറ്റം കൊണ്ട് LDF ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിലെ അധികാരത്തിൽ പിണറായി വിജയൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നും LDF അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ചേട്ടാ, ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. ഇപ്പൊ കൽപ്പറ്റയിൽ ആര് ജയിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? UDF അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. സിദ്ദിഖ് പിന്നെയും തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. UDF അനുകൂലമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ തുടർഭരണം ജനം ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലും ഭരണമാറ്റം ഉണ്ടാവും സാധ്യത കാണുന്നുണ്ട്, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ MLA എന്നുള്ള നിലയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. വയനാട്ടുകാരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. അപ്പൊ കേരളത്തിൽ ആര് അധികാരത്തിൽ വരുമെന്നാണ് കേരളത്തിൽ പൊതുവെ LDF-നാണ് ഞാൻ കാണുന്ന ഒരു LDF-ന്റെ ഒരു അനുകൂലം ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ LDF-ന് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പൊ കൽപ്പറ്റയിൽ ആരൊക്കെയാ? കൽപ്പറ്റയില് ഇപ്പം സിദ്ദീഖിന്റെയും PK അനിൽകുമാറിനും അതൊരു കട്ടക്കുള്ള മത്സരമായിരിക്കും. അതിലിപ്പോ അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല ആർക്കാണെന്നുള്ളത്. ഒരു ഫൈനലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സിദ്ദീഖിന് നല്ലൊരു ചാൻസ് ഉണ്ട്. സിദ്ദീഖിനും പിന്നെ അനിൽകുമാറും മോശമൊന്നുമല്ല, പക്ഷെ എന്നാലും സിദ്ദീഖിന് ഒരു മുൻതൂക്കം കൂടുതലുണ്ട് ഈ ഭാഗത്ത്. സിദ്ദീഖിന്റെ പ്രസൻസ് ഇവിടെ കൂടുതലാണ്. ലൈക്ക് ഫുൾ ടൈം നമുക്ക് ഇവിടെ വിസിബിൾ ആണ് ആള്. എന്താ പറയാ, പൊതുവെ ആൾക്കാർ കാണാത്തക്കാളും കൂടുതൽ ടൈം നമുക്ക് സിദ്ദീഖിനെ ഇവിടെ വിസിബിളായി കാണാൻ പറ്റും. അങ്ങോട്ടൊരു മുൻതൂക്കം നമ്മളിങ്ങനെ ഇപ്പോൾ ഇവിടെ വർക്ക് ഫ്രോം ഹോമായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. ചേട്ടാ, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. കൽപ്പറ്റയിൽ ആര് ജയിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? സിദ്ദീഖ് ജയിക്കുന്നതാണ്. സിദ്ദീഖ് ഇനിയും തുടർന്ന് വരും. കേരളത്തില് ആരധികാരത്തിൽ വരുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? UDF തന്നെ വരിക. 10 വർഷത്തെ ഭരണം മാറണം. ഇനിയുള്ള ഭരണം മാറണം. UDF തന്നെ, ആ സംശയമൊന്നുമില്ല. UDF തന്നെ ഭരണത്തിൽ വരും. കാരണം ഇടതുപക്ഷത്തിന്റെ ഭരണം അത്രയും നല്ല ഭരണമായതുകൊണ്ട് UDF തന്നെ വരും, ആ സംശയമൊന്നുമില്ല. ഭരണം നന്നായത് കൊണ്ട് UDF അധികാരത്തിൽ വരിക അങ്ങനെയല്ല, LDF-ന്റെ ഭരണം ജനങ്ങൾക്കും എടുത്തു. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. LDF-ന്റെ ഭരണം 10 കൊല്ലം കൊണ്ട് എല്ലാവർക്കും എടുത്തു. അപ്പോൾ അത് തിരിച്ച് ചിന്തിക്കുന്ന ജനങ്ങൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മാർക്സിസ്റ്റുകാർ വരെ ചിന്തിച്ചിട്ട് അവരെ ജയിപ്പിക്കണം എന്നുള്ള താല്പര്യമാണ്. പക്ഷെ പിന്നെ ജനങ്ങളുടെ കയ്യിലുള്ളതാണ് ആരെടുത്ത് വരുമെന്ന് പറയാൻ പറ്റില്ല. വെച്ചാലും നല്ലതുപോലെ ഭരിക്കണമെന്ന് പറയാനുണ്ട്. ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ടറിഞ്ഞ് ഭരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. കൽപ്പറ്റ ആര് ജയിക്കണമെന്ന്? നല്ലത് ചെയ്യുന്ന ആരാ അവർ ജയിച്ചു. ആര് ജയിച്ചാലും കുഴപ്പമില്ല.